ബീഹാർ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാന ഭരണകൂടങ്ങളും കേന്ദ്ര സർക്കാരും ജനമനസ്സുകൾ കീഴടക്കുവാൻ നടപ്പാക്കി വരുന്ന പദ്ധതികളാണ് ജനങ്ങളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന പദ്ധതി. കേരള സംസ്ഥാന സർക്കാരും പുതിയൊരു ക്ഷേമ പദ്ധതി കൂടി നടപ്പാക്കുകയാണ്. ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഈ സേവനം അവരുടെ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഏതായാലും ഇതിനു പിന്നിലെ രാഷ്ട്രീയം നോക്കാതെ ഈ പദ്ധതിയിലൂടെ അർഹരായ എല്ലാവരും ഗുണഭോക്താക്കൾ ആകണം. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ കഴിയുന്നത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ്. ഇതേ പ്രായപരിധിയിലുള്ള ട്രാൻസ് വുമണിനും അപേക്ഷ നൽകാം. കേരളത്തിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം അപേക്ഷകർ. അർഹതപ്പെട്ടവർക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് നൽകുക. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് 1000 രൂപ പ്രതിമാസം ലഭിക്കുക. ഇതിനായുള്ള അപേക്ഷകൾ 2025 ഡിസംബർ 22 ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നിങ്ങൾക്കും ഈ പദ്ധതിയിൽ അപേക്ഷ നൽകാനായി ഓൺലൈനായുള്ള മാർഗവും അല്ലെങ്കിൽ നേരിട്ട് അപേക്ഷ നൽകുകയും ചെയ്യാം. ഓൺലൈനായി അപേക്ഷിക്കുവാൻ ksmart.lst.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് അപേക്ഷ നൽകുക. അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് സെക്രട്ടറിക്ക് നേരിട്ട് സമർപ്പിക്കുവാനും കഴിയും. അതുമല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്ന് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കുള്ള ഫോറം വാങ്ങി പൂരിപ്പിച്ച് അപേക്ഷ നൽകാം. അപേക്ഷ സമർപ്പിക്കുവാനായി പ്രായം തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. ഇവ ഒന്നും കയ്യിലില്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. പ്രതിമാസം പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എത്തുക. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയ വിവരങ്ങളും ആധാർ കാർഡും കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പ്രായം തെളിയിക്കുന്ന മേൽപ്പറഞ്ഞ രേഖകളിലൊന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആധാർ കാർഡ് വിവരങ്ങളുമാണ്. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർക്ക് എല്ലാ വർഷവും ആധാരധിഷ്ഠിതമായ വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുവാനും അർഹത നേടുവാനും മറ്റു നിരവധി മാനദണ്ഡങ്ങളുമുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ അല്ലെങ്കിൽ പെൻഷന്റെ ഗുണഭോക്താക്കൾ അല്ലാത്ത സ്ത്രീകൾക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെടുന്നവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. മറ്റൊരു പ്രധാന മാനദണ്ഡം അന്ത്യോദയ അന്യോജന മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഉള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്. അപ്പോൾ തന്നെ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, സർക്കാർ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF എന്നിവയിൽ ഏതെങ്കിലും കൈപ്പറ്റുന്നയാളാണെങ്കിൽ ഈ പദ്ധതിയിൽ അർഹത ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അർഹതയുള്ളവർക്ക് പ്രായം തെളിയിക്കുന്ന രേഖ, ബാങ്ക്, ആധാർ വിവരങ്ങൾ, സത്യവാങ്മൂലവും ചേർത്ത് വെച്ച് അപേക്ഷ നൽകാം. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം മറ്റൊരാൾക്ക് കൈമാറാനുള്ള അവകാശവുമില്ല. ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കാലയളവിൽ ധനസഹായം ലഭിക്കില്ല. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ വിവരം അവരുമായി പങ്കുവയ്ക്കുക. സർക്കാർ ശമ്പളമോ ക്ഷേമ പെൻഷനുകളോ ലഭിക്കാത്തവരാണെങ്കിൽ അവർക്ക് അർഹത നേടുവാനും പ്രതിമാസം 1000 രൂപ ധനസഹായം നേടുവാനും കഴിയും.